ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെയുള്ള അപ്പം നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതായത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന വടയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉഴുന്നാണല്ലോ. അപ്പം ഞാനിതിൽ ഉഴുന്ന് ഇട്ടുണ്ട്, ഒരു 1.5 കപ്പ് ഉഴുന്നിട്ടിട്ടുണ്ട്. ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞ് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഉഴുന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഈ വെള്ളം കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉഴുന്ന് നന്നായിട്ട് അരച്ച് മിക്സിയിലെടുക്കാം. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഈ ഉഴുന്ന് 3 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതായത് അരിമാവ്, അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടിയാണ്. അതൊരു 4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പ് ഉഴുന്നിന് 4 ടീസ്പൂണാണ് ഞാൻ അരിപ്പൊടി ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ടാണ് ശരിക്കും മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സ്മൂത്തും പുറത്ത് നല്ല ക്രിസ്പി ഒക്കെ ഉള്ള നല്ലൊരു ഉഴുന്ന് വടയായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പം അത് നമുക്ക് ഉണ്ടാക്കാറാവുമ്പോൾ ചെയ്താൽ മതി. നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാം. ചെറിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കോരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല, സ്മൂത്തായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്കതിനകത്തേക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായൊന്ന് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി കൈ കൊണ്ട് ഈ മാവ് എടുത്തിട്ട് ഇങ്ങനെ പരത്തി നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കൈ നനച്ചില്ലെങ്കിൽ
അപ്പോൾ നമുക്കിത് മറിച്ചിടാം. തിരിച്ചും മറിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇടാം. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ട നല്ല അടിപൊളി ഉഴുന്നുവടയാണ്. ഇത് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റാണ്. നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ കിലുകിലാന്നുള്ള സൗണ്ട് നന്നായിട്ട് കേൾക്കും. നല്ല ചൂടാട്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.